ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച് 6 പതിറ്റാണ്ട് കാലത്തെ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവങ്ങളിൽ ഒന്നായിരുന്നു വിദ്യാഭ്യാസ വിപ്ലവം. 57-ലെ EMS സർക്കാരിൻ്റെ കാലത്ത് മുണ്ടശ്ശേരി ആയിരുന്നു ഈ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. ഇത് വെറുമൊരു ബില്ലായിരുന്നില്ല, ഇതിന് വലിയൊരു ചരിത്രമുണ്ടായിരുന്നു. അക്കാലത്ത് എല്ലാം കൈയടക്കി വെച്ചിരുന്നത് മാനേജ്മെൻറ്റുകളായിരുന്നു. മുണ്ടശ്ശേരിക്കുമുണ്ടായിരുന്നു വ്യക്തിപരമായി മാനേജ്മെൻറ്റുമായിട്ട് ചില തർക്കങ്ങൾ. മുണ്ടശ്ശേരി മാസ്റ്റർ അന്ന് സെൻറ് തോമസ് കോളേജിലെ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിലെ മലയാള വിഭാഗ അധ്യാപകനായിരുന്നു. അവിടുത്തെ മാനേജ്മെൻറ്റുമായിട്ട് തെറ്റി രാജിവെച്ച് പോകുന്ന ആളാണ്. അങ്ങനെയാണ് അവസാനം 1957 തെരഞ്ഞെടുപ്പിൽ മണലൂരിൽ നിന്ന് സ്ഥാനാർത്ഥിയായി EMS സർക്കാരിലെ കേരളത്തിൻ്റെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാകുന്നത്. അപ്പോൾ അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് മാനേജ്മെൻറ്റുകൾ അടക്കി വാണിരുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്കിഷ്ടമുള്ളവരെ നിയമിക്കുക, അവർക്കിഷ്ടമുള്ള ശമ്പളം കൊടുക്കുക, അവരുടെ ഇഷ്ടക്കാർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കുക, ഇങ്ങനെ സർക്കാരിന് ഒരു നിയന്ത്രണമില്ലാതെ തന്നിഷ്ടപ്രകാരം നടന്നിരുന്ന ഒരു വിദ്യാഭ്യാസ ലോകമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അവിടേക്കാണ് വിദ്യാഭ്യാസ ബില്ല് എന്ന് പറയുന്ന ഈ ബില്ലുമായിട്ട് മുണ്ടശ്ശേരി മാസ്റ്റർ വരുന്നത്. അതോടുകൂടി അത് മാനേജ്മെൻറ്റുകളെ മൂക്കേറിടുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ചതോടുകൂടി നാട്ടിൽ സമുദായ നേതാക്കളും പ്രത്യേകിച്ച് കത്തോലിക്ക വിഭാഗത്തിലുള്ള അച്ഛന്മാരും എല്ലാവരും ഈ ബില്ലിനെതിരെ അവരുടെയിലായിരുന്നു കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. സ്വാഭാവികമായിട്ട് അവർ ആദ്യം രംഗത്തിറങ്ങി. അങ്ങനെ മുണ്ടശ്ശേരി നിന്നെ പിന്നെ കണ്ടോളാം, മുണ്ടശ്ശേരിയുടെ മണ്ടയിൽ എന്താ ചകിരിച്ചോറോ ചാരായോ എന്നൊക്കെ വിളിച്ച് വലിയ വലിയ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് അതാണ് പിന്നെ വിമോചന സമരമായി മാറി. അതൊരു വലിയ സംഭവമായി. അന്ന് ഒരുപക്ഷെ മുണ്ടശ്ശേരി മാസ്റ്റർക്ക് വിദ്യാഭ്യാസ ബില്ല് നടപ്പാക്കാനായില്ലെങ്കിലും പിന്നീടുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ ബില്ലിൽ അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരുന്നു. കോൺഗ്രസ്സുകാരൊക്കെ അന്ന് എതിർത്തെങ്കിലും യഥാർത്ഥത്തിൽ നടപ്പാക്കിയിരുന്ന വിദ്യാഭ്യാസ ബില്ലിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തന്നെയായിരുന്നു ഈ വിദ്യാഭ്യാസ ബില്ലിലും ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും EMS സർക്കാരിനെതിരെയുള്ള സമരമായതുകൊണ്ട് കോൺഗ്രസ്സുകാർ അതിനോട് കൂടിയാണ്. അങ്ങനെയാണ് കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ വിപ്ലവം നടക്കുന്നത് എന്ന് പറയാം.